പെട്ടെന്നാണ് ഒരു വർഷം കടന്നുപോയത്. എനിക്ക് എൻ്റെ കുഞ്ഞനിയനെ കിട്ടിയിട്ട് ഒരു വർഷമായി. ഫെബ്രുവരി 7 അവന്റെ ബർത്ത്ഡേ. അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മുടെ വർക്കല വീട്ടിലാണ് ആഘോഷിച്ചത്. അച്ചാച്ചന്റെ അച്ചാച്ചിയുടെയും ടിങ്കു കൊച്ചാച്ചന്റെയും ദിവ്യ കുഞ്ഞമ്മയുടെ ഒക്കെ കൂടെ. ഒന്നാമത്തെ ബർത്ത്ഡേ അല്ലേ, സ്വന്തം വീട്ടിൽ തന്നെ ആഘോഷിക്കണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വർക്കലയ്ക്ക് പോയി. ഇതവന്റെ ബർത്ത്ഡേയുടെ ഇൻവിറ്റേഷൻ കാർഡാണ്. ഇത് കണ്ടപ്പോഴേ മനസ്സിലായില്ലേ തീം എന്താണെന്ന്? അത് തന്നെ, ജംഗിൾ തീം. ഫെബ്രുവരി 7 വർക്കിംഗ് ഡേ ആയിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈവനിങ്ങിലാണ് സെലിബ്രേഷൻ നടത്തിയത്. എന്നാലല്ലേ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാരും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് പേരുണ്ടെന്ന്, അല്ലേ? എന്നാലേ ഒരു സ്മോൾ ഗാദറിംഗ് ആയിരുന്നു. ദാ നോക്ക്, ഞങ്ങൾ ബലൂൺസും റിബൺസും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തത് കണ്ടോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഞാനും ദേവും ടിങ്കു കൊച്ചനും പൊന്നച്ചനും ഒക്കെ കൂടിയാണ് ബലൂൺസ് വീർപ്പിച്ചത്. ഇതൊക്കെ ഒട്ടിച്ചു വെച്ചത് പൊന്നമ്മയായിരുന്നു. ദിവ്യ കുഞ്ഞമ്മയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കേക്ക് എത്തി. സിമ്പിൾ ആയൊരു കേക്ക് ആയിരുന്നെങ്കിലും നല്ല ഭംഗിയില്ലേ കാണാൻ? ടേസ്റ്റ് ആണെങ്കിൽ അതിലേറെ നല്ലതായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തത് വർക്കലുള്ള ലിറ്റിൽ കേക്ക്സ് എന്നാണ്. ഇതുണ്ടാക്കിയ ആന്റി ഒരു ഹോം ബേക്കറാണ്. അങ്ങനെ ഡെക്കറേഷൻസ് റെഡി, കേക്കും റെഡി. ഇനി എന്താ, പിറന്നാളുകാരനെ കാണണ്ടേ? ഈ ബലൂണുകളുടെ ഇടയിലൂടെ ഒന്ന് നോക്കിയേ, അതായിരിക്കുന്ന കുട്ടിക്കുറുമ്പൻ. സ്വന്തം ബർത്ത്ഡേ ആണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. ബലൂണ് വെച്ച് ഫുട്ബോൾ കളിക്കുക. ഇനി കേക്ക് കട്ട് ചെയ്യാം അല്ലേ? ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നതാണ് ഞങ്ങളുടെ സ്വന്തം അച്ചാച്ചി, അതായത് അച്ചമ്മ. ദാ അച്ചാച്ചനും വന്നല്ലോ. ഇനി പരിപാടി തുടങ്ങാം. ഡെക്കറേഷൻസും കേക്കും എല്ലാം കണ്ടപ്പോ അവൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി. കാല് വെച്ച് ബലൂണിന് കൊടുത്ത പോലെ ഒരു സ്മാഷ് കേക്കിനും കൊടുക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷേ പൊന്നമ്മയുടെ അതിവിദഗ്ധമായ ഇടപെടൽ കാരണം കേക്കിന് കാര്യമായി ഒന്നും പറ്റിയില്ല. It's your birthday. Happy birthday. It's your birthday. Happy birthday. കേക്ക് കട്ട് ചെയ്യുമ്പോ ചെഞ്ചുമാമൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. കുങ്കുനും കേക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവന് പക്ഷെ കുഞ്ഞു പീസേ കൊടുത്തുള്ളൂ. ഞങ്ങള് കഴിക്കുമ്പോ നോക്കുന്നത് കണ്ടില്ലേ, കൊതിയൻ. ദേവുദേ കുങ്കുനുള്ള ഗിഫ്റ്റും പൊക്കി വരുന്നുണ്ട്. ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായി പൊന്നമ്മ കേക്ക് കട്ട് ചെയ്യാണ്. ഇതാരാന്ന് മനസ്സിലായോ? ഇതാണ് കുഞ്ഞാപ്പൻ, അതായത് നിതാശ, ടിങ്കു കൊച്ചന്റെ രണ്ടാമത്തെ മകൾ, ദേവുന്റെ അനിയത്തി. കുങ്കു കൊടുത്ത റിട്ടേൺ ഗിഫ്റ്റാണ് കുഞ്ഞാപ്പന്റെ കയ്യിലിരിക്കുന്നത്. ദേവു ഡയറി മിൽക്കും കഴിച്ചോണ്ടിരിക്കുക. കുങ്കു ദേവുവിന്റെ കൂടെ നല്ല ഫുഡായിരുന്നു. ഫുഡ് കഴിക്കുന്നത് ഫോട്ടോ എടുക്കാൻ വിട്ടുപോയി. ചിക്കൻ ഫ്രൈഡ് റൈസും പൊറോട്ടയും ചപ്പാത്തിയും ബട്ടർ ചിക്കനും വെജ് കുറുമയും എല്ലാമായിരുന്നു മെനു. ഡിസേർട്ട് ഐസ്ക്രീം ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഗസ്റ്റുകളെല്ലാം തിരിച്ചുപോയി. അപ്പൊ ഞാനും ദേവും ബർത്ത്ഡേ ബോയിനെ അടുത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇതായിരുന്നു കുങ്കുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫസ്റ്റ് സെലിബ്രേഷൻ, ഒരു കുഞ്ഞു സെലിബ്രേഷൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പിറന്നാൾ ആഘോഷം ഇതോടെ കഴിഞ്ഞെന്നല്ലേ? എന്നാലേ ഇല്ല കേട്ടോ, ഇനിയും വരുന്നുണ്ട്. അതിന്റെ വിശേഷം അടുത്ത വീഡിയോയിൽ. ടിൽ ദെൻ ബൈ. Happy birthday to you.
subscribe my channel.